പിന്നെ ഇപ്പൊ നിങ്ങൾ പണ്ടത്തെ പോലല്ല, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു, വിശേഷ ദൈവം നിങ്ങളെ അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആ പഴയതിലോട്ടൊന്നും ഇനി പോകരുത്. അത് താഴെ പറയാ, നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ ഇത് നിങ്ങൾ പ്രമാണിക്കുന്നു. തെറ്റാ. പെന്തിക്കോസുകാരോട് പറയാം, നീ ബർത്ത്ഡേ ആഘോഷിക്കരുത്. ഇത് ഇനിയും പറയുന്നത് പെന്തിക്കോസുകാരോടാ. പെന്തിക്കോസുകാരോട് പറയാം, നീ ബർത്ത്ഡേ ആഘോഷിക്കരുത്. നിന്റെ കുഞ്ഞിനെ 1 വയസ്സ്, 2 വയസ്സ്, 5 വയസ്സ് ദൈവം തന്നു. ഒക്കുന്നെങ്കിൽ, നിർബന്ധമാണെങ്കിൽ സഭയായിട്ടൊരു പ്രാർത്ഥന നടത്ത്. ദൈവമക്കളും ദൈവദാസന്മാരും നിന്റെ വീട്ടിൽ വന്ന് സാഹചര്യവും സമയവും കിട്ടുകയാണെങ്കിൽ ഒരു കൂട്ടായ്മ നടത്തി പ്രാർത്ഥിച്ച്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അഭിഷിക്തന്മാര് നിന്റെ കുഞ്ഞുങ്ങളുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. അതൊരു അനുഗ്രഹമാണ്. എല്ലാവരും അല്ലെങ്കിൽ ഇപ്പൊ ചില ബന്ധുക്കോസുകാർ ഇതെല്ലാം ആഘോഷമല്ലേ, ബലൂണൊക്കെ വീർപ്പിച്ച്, തോരണമൊക്കെ കെട്ടി, പുതിയ ഉടുപ്പൊക്കെ തയ്പ്പിച്ച്, അത് ഉടുപ്പ് തെറ്റാന്നല്ല, തയ്പ്പിച്ച് അത്യാവശ്യം മേളാങ്കിക്കുന്ന കുറെ പേരെ വിളിച്ച് സേമിയ പായസവും 1 കപ്പ് വാസുക്കും, വാസു ഇരുന്ന് കുടിക്കാം, അമ്മമ്മ 1 ഗ്ലാസ് കൂടെ തരാൻ, ഷുഗറാ എന്നാലും വേണ്ടിയില്ല. ആഘോഷമല്ല, നീ ദൈവത്തെ മഹത്വപ്പെടുത്ത്. അനേക തലമുറയില്ലാതെ ഭാരപ്പെടുമ്പോൾ, അനേക തലമുറകൾ കടന്നു പോയപ്പോൾ ദൈവം നിനക്ക് തലമുറയെ തന്ന് 1 വയസ്സൂടെ നിന്റെ തലമുറയ്ക്ക് ദൈവം കൊടുത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കേ. അല്ല, ആഘോഷിക്കരുത്. ബർത്ത്ഡേ ആഘോഷിച്ച 2 എണ്ണത്തിന്റെ തല പോയെന്ന്. ഹെരോദാവിന്റെ ബർത്ത്ഡേ നടന്ന യോഗന്നാഥനാപകന്റെ തല വെട്ടി പെങ്കൊച്ച് താലത്തിൽ കൊണ്ടുവന്ന് കൊടുത്തത് മനസ്സിലായോ? ഫറവോന്റെ ജന്മദിനം അങ്ങനെ അന്ന് അപ്പക്കാര പ്രമാണിയുടെ തല പോയത്. പിന്നെ ദാനിയേൽ 5 ഒക്കെ ചേർത്ത് ശരിക്കും പഠിച്ച് അതും ബർത്ത്ഡേയും കൂടെ ചേർത്തുള്ള ആഘോഷമായിരുന്നു. 1000 മഹത്തുക്കൾക്ക്. അന്ന് രാത്രി അവനും തീർന്നു. നമുക്ക് ആഘോഷിക്കാൻ പ്രമാണമില്ല, ദൈവത്തെ മഹത്വപ്പെടുത്ത്. നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ പ്രമാണിക്കുന്നു, അത് തെറ്റാണ്. വന്നിപ്പം വെഡിങ് ആനിവേഴ്സറി, 2 പേരോട് ദൈവത്തെ മഹത്വപ്പെടുത്ത്. വെഡിങ്ങിന്റെ അന്ന് ആനിവേഴ്സറി ആയിക്കോട്ടെ, 25ാം വിവാഹ വാർഷികം, 2 പേരുടെ ഓരോ ഫോട്ടോയും. പെന്തിക്കോസുകാരാ, 2 കൂടെ ദൈവസന്നിധി ഇരുന്ന് ഒക്കുന്നെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ സഭയായിട്ടൊരു പ്രാർത്ഥന അങ്ങ് നടത്തേ. സീനിയറായ കർത്തദാസന്മാർ നിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ, നിനക്കൊരു അനുഗ്രഹമാണ്. ഇതല്ലല്ലോ ചിലടത്ത്, എല്ലാവരുടെയും കാര്യമല്ല. അവളെ വെച്ചോണ്ട് ബുള്ളറ്റിൽ ഇങ്ങനെ കറങ്ങി നമുക്ക് നാടുകാണി വരെ പോകാം, അവിടെ നമുക്ക് ഗൂഡല്ലൂര് പോയി പിന്നെ അവളും വീശ് ഒരു വരവ് ഒന്ന് പറ. ആന ഇറങ്ങും അവിടെ, എന്നെ ചമ്മന്തി പരുവാക്കും. നീ ആനയുടെ മുന്നിൽ ചെന്ന് പെടാതെ ദൈവത്തിന് ഇരുന്ന് പ്രാർത്ഥിക്കും. അല്ല, എന്നെ പറയാനാ നിന്നോട്. സ്തോത്രം. 2 പേരോട് ദൈവത്തെ മഹത്വപ്പെടുത്തേ. അനേക കുടുംബങ്ങൾ ശിഥിലമായപ്പോൾ, അനേകർ വിധവകളായപ്പോൾ, അനേകരുടെ ജീവിതം തകർന്നപ്പോൾ 2 പേർക്കും ഇത്രത്തോളം വർഷം ഒന്നിച്ച് ജീവിക്കുവാൻ ഈ ദുഃഖലോകത്തിൽ ദൈവം തമ്പുരാൻ തന്ന സാവകാശങ്ങളും സന്ദർഭങ്ങളും ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അല്ല, ആഘോഷമല്ല. അല്ല, വന്നിപ്പം പാസ്റ്റർമാരുടെ ഇടയിൽ കൊണ്ട് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കാം. സപ്തതി ഷഷ്ടി 60 70, അമ്മച്ചിക്ക് 60, അപ്പച്ചന് 70, 2 കൂടെ 2 കസാര ഇരുത്തി. മേപ്പറായിൽ എന്നെ വിളിച്ച് തള്ളക്ക് കൈയുടെ വിറവില്ല, കേക്ക് മുറിച്ചേച്ച് കുത്തി കയറ്റി മൂക്കിനകത്താ കയറിയത്. പണ്ട് കാലത്ത് ഇത് ഞാൻ ചോദിക്കട്ടെ, എന്റെ ചോദ്യം, അച്ഛനില്ലയോ സെന്ററിന്റെ മേഖലയുടെയും ചുമതല. ഞാൻ അപ്പച്ചന്റെ കാലത്ത് തട്ടേപ്പാപ്പച്ചൻ എന്നാ പഴയ ആൾക്കാർ വിളിക്കുന്നത് പിതാവിനെ. തട്ടേപ്പാപ്പച്ചന്റെ കാലത്ത് ഇത് വല്ലതും ഉണ്ടോ? ഇപ്പൊ നിനക്ക് ചില കാശും പുത്തനുമായി നിന്റെ പരുവക്കേട് മാറിയപ്പോൾ നീ ആവശ്യമില്ലാത്ത ആചാരങ്ങൾ കൊണ്ടുവന്ന് ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്ന് കേറ്റരുത്. ഇത് വേർപെട്ട ദൈവമക്കളുടെ സഭയാണ്. ഇതിനകത്തൊരു ആചാരവും അനുവദിക്കരുത്. അവൻ വേർപാടിന്റെ ഉപദേശമായി ഇതിനകത്ത്. അത് സഭയിലെ കാശുള്ളവനെ, കാശുണ്ടെങ്കിൽ കുറച്ച് ഗോള് പണിക്ക് കൊടുക്ക്. സെന്ററിലൊക്കെ സഭകളും ഗോളും ഇല്ലാത്തതില്ലേ കാശ് കിടന്ന് കുത്തുന്ന കൊടുക്കടാ. 8-10 ഏക്കറുണ്ട്, 5, 8, 10, 20 ഏക്കറുണ്ട്. സഭയ്ക്ക് കൊടുക്കുന്ന 7.5 സെന്റ് നടക്കാൻ പോലും മടിയില്ല. 7.5 സെന്റ് കൊടുത്ത ശീലാന്തിയെ കയറിയിരിക്കുക. അതാരാ ശീലാന്തി ഇരിക്കുന്നത്? അത് സ്ഥലം കൊടുത്ത അച്ചാന താഴെ ഇരിക്കാന്നല്ലേ. കൊടുക്ക് നീ. അവസാനം നീ മുടിയാൻ നേരത്ത് ഇതെല്ലാം കൂടി ഇട്ടേച്ച് നീ പോണം. നീ ദൈവത്തിന് കൊടുത്താൽ സ്വർഗത്തിൽ ചെന്നാലെങ്കിലും പ്രതിഫലം കാണും. ആഘോഷമല്ല വിഷയം, സപ്തതി ഷഷ്ടി. ഞാനൊരു കാര്യം പറയാ, ഇത് വേറെ ആചാരത്തിന്റെ ശക്തികളാണ്. ഏകാദശി, ദ്വിതീയദശി, ത്രാദശി, ചതുർദശി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, 10 ഇങ്ങനത്തുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേർപെട്ട സഭയ്ക്കകത്ത് വരരുത്. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. എല്ലാം ഒന്നും മൈക്ക് കൂടെ പറയാൻ ഒക്കത്തില്ല.